ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അച്ഛൻ്റെ അമ്മയുടെയും 47ാമത്തെ വിവാഹ വാർഷികവും. സൂപ്പർ. ഇത് മുമ്പ് വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ ടി വിയിലൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പോൾ തിയേറ്ററിൽ നല്ല ക്വാളിറ്റി സൗണ്ടിലൊക്കെ? സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത് 89-ല്. അപ്പോൾ അപ്പോഴും ഇപ്പോഴും കാണുമ്പോൾ ഒരു ഡിഫറൻസ് എന്താണ്? ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഓൾഡ് മെമ്മറീസ് അത്രേ ഉള്ളൂ. അല്ല, ക്വാളിറ്റിയിലും സൗണ്ടിലൊക്കെ കുറച്ച് നല്ല മുമ്പ് കണ്ടതിനെക്കാട്ടി ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്, ക്ലാരിറ്റി വന്നിട്ടുണ്ട്. വിളിച്ചോണ്ട് വന്നതാണ് അച്ഛനും അമ്മേനെയും കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ പടം ഇങ്ങനെ നമ്മൾ 4K-ൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മാത്രമല്ല ഇവർ ഭയങ്കര അതിൻ്റെ ഒരു ഫാനാണ്. അവർ പറഞ്ഞു, നമ്മളെ കൊണ്ടുപോയിട്ടില്ല, പറഞ്ഞു കേട്ടതാണ്. 89-ൽ ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നോ? നീ അടുത്ത് ചേട്ടാ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് ആ ഒരു ഡിഫറൻസ്? ഇപ്പം ശരിക്കും ഇപ്പോൾ കണ്ട ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? വിഷ്വൽ ക്വാളിറ്റിയും സൗണ്ടൊക്കെ? ഇപ്പം സൗണ്ട് ഇഫക്റ്റ് ഭയങ്കരമാണ്. അത് ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു പോകും. എൻ്റെ മ്യൂസിക്കും സൗണ്ടിൻ്റെ ഇഫക്റ്റും എല്ലാം ഭയങ്കര. അന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ടപ്പോൾ ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഇത് ഈ വടക്കൻ വീരാത ഈ സിനിമ 35 വർഷം മുമ്പ് കണ്ടു. അതെ അതെ. അപ്പോൾ ഒരുമിച്ചായിരുന്നോ പോയി കണ്ടത്? ഇത് വടക്കൻ വീരാത ഒരുമിച്ചായിരുന്നു? വീണ്ടും വന്ന് കാണാൻ വേണ്ടി. മമ്മൂട്ടി സിനിമകളൊക്കെ ഇഷ്ടമാണ്. ഇത് എങ്ങനെ ടി വിയിലൊക്കെയാണോ കണ്ടിരുന്നത്? യൂട്യൂബിലോ അല്ലെങ്കിൽ? അതെ. പിന്നെ എത്രയോ പ്രാവശ്യം ഈ പാട്ടുകൾ നമ്മൾ കേട്ട് പാടുകയും അത്രയും ക്ലീനായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണല്ലോ രണ്ടാമത് കാണണം. ഇപ്പോഴും കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ഈ ഒരു ക്വാളിറ്റിയും സൗണ്ടൊക്കെ അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഒട്ടും മടുപ്പ് തോന്നിയില്ല എന്നുള്ളതാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോഴും ഇപ്പോഴത്തെ സിനിമ കാണുന്ന അതേ ഒരു ഇഫക്റ്റ് നമ്മൾ കണ്ടു. എനിക്കാണ് ഇപ്പോഴത്തെ സിനിമയും കാട്ടി ഇത് കൊള്ളാൻ തോന്നല്ലേ? ഭയങ്കര വർഷം നമ്മൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിൽ ഒട്ടും ബോറടിക്കാതെ ഭയങ്കര ഒരു ഇതിൽ അന്ന് കണ്ട അതേ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും കാണുമ്പോൾ ഉണ്ടോ? ഒരു അല്ല, എല്ലാം അറിയാമെങ്കിലും നമുക്കിപ്പോൾ കഥ അറിയാം, എല്ലാം അറിയാം, എന്നാൽ പോലും ഉണ്ട്. നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ തന്നെ കണ്ടത്. അത്ര ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയാതെയാണ് കാണാൻ വന്നത്. പക്ഷെ ഭയങ്കര ഇഷ്ടം. അല്ല, ഇപ്പം ഇറങ്ങുന്ന പടങ്ങൾ വെച്ചിട്ട് ഈ പടത്തിന് ഈ പഴയ പടങ്ങൾക്ക് ഭയങ്കര ഒരു വാല്യൂ ഇല്ലേ? നമുക്ക് റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ള സിനിമകളല്ലേ പഴയത്? ഒന്നാമത് ഈ വടക്കൻ വീരകഥ പോലുള്ള സിനിമ എടുത്തിട്ടുള്ളവരെല്ലാം അത്രയും ലെജൻഡാണ്. അതെ, സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവണമല്ലോ. നമ്മൾ ഇപ്പോൾ പല പഴയ സിനിമകളും പിന്നെ കാണുമ്പോൾ അതിനകത്ത് സീൻ ബൈ സീൻ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും, ഇത് എന്താ കാണിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇപ്പോഴും നമ്മൾ ഇത്രയും പുതിയ സിനിമകൾ കാണുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വളർന്ന സിനിമകൾ കാണുമ്പോൾ ഇതും അതിനെ കിടപിടിക്കുന്ന തരത്തിലേക്ക് ഉയർന്നിട്ടുള്ളതാണ് അന്ന് തൊട്ടേ. അപ്പോൾ വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ അവരുടെ വാർഷികം ആഘോഷിച്ച് ചില സിനിമ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഞാൻ തിയേറ്ററിൽ ആദ്യമായിട്ടാണ്, അല്ലാതെ കണ്ടിട്ടുണ്ട്. 47 സിനിമ ഇറങ്ങിയിട്ട് 35 വർഷമായി. 36 ഇറങ്ങിയിട്ട് 35 അപ്പോഴേ കണ്ട ഒരു നല്ല സിനിമ കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആരും കാണും. മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാലിനെ ഇഷ്ടമാണ്. ഇതിപ്പോൾ എങ്ങനെയുണ്ട്? ഇത്രയും ക്വാളിറ്റിയിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ക്വാളിറ്റി ഒക്കെ കുറച്ചുകൂടെ കൂടുതലാണ്, സൗണ്ട് നന്നായിട്ട്. അത് അതേപോലെ കാണാനല്ലേ, സിനിമയിൽ മാറ്റമുണ്ടല്ലോ. ശരി, താങ്ക്സ്. വളരെ സൂപ്പർ, സംശയം വേണ്ട. അത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഈ ടി വിയിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ പണ്ട് ഇതിറങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഈ സിനിമ മിസ്സാക്കാൻ പറ്റില്ല. അത് സൂപ്പർ, സംശയം വേണ്ട. എനിക്കതിന് തോന്നിയത് ഈ ഒരു ഗോൾഡൻ ടച്ചായിരുന്നു മുമ്പ് ആ വിഷ്വലിൽ കാണുന്നത്. അത് കുറവുണ്ട്. ഒരു ഗോൾഡൻ ഇതായിരുന്നു പണ്ട്. പക്ഷെ അതിലൊരു കുറവ് അതിലുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ഈ സിനിമ മറക്കാൻ പറ്റത്തില്ല. ഇപ്പം കുറച്ചുകൂടെ തിയേറ്ററിൽ ഇപ്പോൾ കണ്ടപ്പോൾ ക്വാളിറ്റിയും സൗണ്ടൊക്കെ ക്വാളിറ്റിയൊക്കെ കൊള്ളാം, ഒരു സംശയം വേണ്ട, നന്നായിട്ടുണ്ട്. വീണ്ടും കാണാൻ പറ്റിയതിൽ സന്തോഷമാണ് 36 വർഷങ്ങൾക്ക് ശേഷം. തീർച്ചയായിട്ടും. അപ്പം അന്ന് നമുക്ക് കാണാം. അപ്പം അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നോ കോളേജിലോ അല്ലെങ്കിൽ ആ സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി? പക്ഷെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിങ്ങനെ തിയേറ്ററിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് അവനറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഡയറക്ഷൻ ആയാലും. എങ്ങനെയുണ്ട്? എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതെ തന്നെ.